ലൈഫിൽ വിജയിക്കണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് വിജയം? അത് കുറേ പൈസ ഉണ്ടാക്കലാണോ? ഒരു വലിയ വീട് വെക്കലാണോ? നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യലാണോ? നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബിൽ, ആ ഒരു പൊസിഷനിൽ അതിലേക്ക് എത്തലാണോ? പലർക്കും പല മാനദണ്ഡങ്ങളായിരിക്കും വിജയത്തിന്. പക്ഷേ വാട്ട് ഈസ് റിയൽ സക്സസ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? കാരണം സൊസൈറ്റി നമ്മളോട് പറയുന്ന വിജയത്തിൻ്റെ മാനദണ്ഡമാണോ നമ്മൾ പാലിക്കുന്നത്? അതോ നമ്മുടെ ഹൃദയത്തിനോട്, നമ്മുടെ സെൽഫിനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്താണ് വിജയമെന്ന്? വിജയം എന്നതൊരു ഫുൾഫിൽമെൻറ്റ് വിജയമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. എൻ്റെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം ഞാൻ അച്ചീവ് ചെയ്യുക എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ വിജയത്തിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ തീരുമാനിക്കുന്നതാവണം. അത് സൊസൈറ്റി നിങ്ങളോട് പറയുന്ന ആ ഒരു അച്ചില്ല, സൊസൈറ്റി നമുക്ക് ആയിട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള അച്ച്, ആ അച്ചിനോട് സൂട്ടബിൾ ആകാൻ വേണ്ടി ജീവിച്ച് തീർത്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് അവർ ലൈഫ് നമ്മൾ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആവില്ല. വി വിൽ ബി ഫിൽഡ് വിത്ത് റിഗ്രറ്റ്സ്. ഇത് ഞാൻ പറയാൻ കാരണം, പല ആളുകൾക്കും ചെറുപ്പകാലത്ത് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങളും സൊസൈറ്റിയുടെ ആ ഒരു പ്രഷറും ഒക്കെ കാരണം അവർ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. പിന്നെ കുറേ കാലം ഇപ്പോൾ ഒരു ജോലിയിൽ കയറി, പക്ഷേ വേറെ ഒരു ജോലിയിലാണ് ആൾക്കൊരു എംബിഷൻ. പക്ഷേ ഒരു 6-7 വർഷം ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും കാലം ഈ ഫീൽഡിൽ ജോലി ചെയ്തു, ഇനി എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് വന്നു, എനിക്ക് കല്യാണമുണ്ട്, വീടുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ഓക്കെ ഞാനിങ്ങനെ പോട്ടെ, റിസ്ക് എടുക്കാൻ വയ്യ, പേടിയാണ്. എന്നിട്ട് സൊസൈറ്റി പറയുന്ന സക്സസ് എല്ലാം നേടും. പൈസ ഉണ്ടാവും, ബാക്കി ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്തും. പക്ഷേ അറ്റ് ദ എൻഡ് ദേ വിൽ റിഗ്രറ്റ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് എൻ്റെ അംബിഷനിലേക്ക് ഞാൻ എടുത്ത് ചാടട്ടെ എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന് ഒരു ട്രാൻസിഷൻ, ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റാർട്ട് ഏർലി ആസ് പോസിബിൾ. ഒരിക്കലും സമൂഹം പറയുന്ന ഒരു അച്ചിൽ നമ്മുടെ ജീവിതം ജീവിച്ച് കാണിച്ച് അതിൽ തൃപ്തിപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്തരുത്. ബിക്കോസ് അറ്റ് ദ എൻഡ് വി വിൽ റിഗ്രറ്റ് അബൌട്ട് ദ ചാൻസസ് വി ഡിഡ്ന്റ് ടേക്ക്. അപ്പോൾ ഈ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കാനുള്ള കാരണം, ഞാൻ ഒരുപാട് പേഴ്സണലി റിലേറ്റ് ചെയ്തൊരു മെസ്സേജാണ്. ഐ എം വർക്കിംഗ് ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ ആൻഡ് ഐ വാണ്ടഡ് ടു ബി എ ട്രെയിനർ. കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ മനസ്സിലുള്ള ആഗ്രഹമാണ്. ദെൻ ഐ ജംപ്ഡ് ഔട്ട് ഓഫ് ദാറ്റ് കംഫർട്ട് സോൺ ആൻഡ് ഐ ട്രൈഡ് ആൻഡ് ഗ്രാബ്ഡ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് പോസിബിൾ ആൻഡ് ഐ എം ഫീലിംഗ് ഹാപ്പി. പക്ഷേ എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം മുഴുവനായി ഫുൾ ടൈം ആയിട്ടൊരു ട്രെയിനർ ആവുക എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ മെസ്സേജ് ടു മീ ഫസ്റ്റ് ആൻഡ് എ മെസ്സേജ് ടു യു ഹു ഈസ് വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ, ആ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ധൈര്യമായിട്ട് നമ്മൾ ഇറങ്ങുക. സൊസൈറ്റിയുടെ ആ ഒരു അച്ചിൽ ഒതുങ്ങി തീർക്കേണ്ട ജീവിതമല്ല നമ്മുടെ എന്ന് ഓർമ്മപ്പെടുത്താണ്. താങ്ക് യു ഫോർ വാച്ചിങ്.